ഓക്കെ, നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഓയിലേഴ്സ് ഫോർമുല 9.3, സെക്ഷൻ 9.3 ഓയിലേഴ്സ് ഫോർമുല എന്നാണ് സെക്ഷൻ്റെ പേര്. തുടങ്ങുന്നത് തന്നെ ഒരു തിയറത്തിൽ നിന്നാണ്. ആ ഫോർമുല തന്നെയാണ് നമ്മുടെ ഓയിലേഴ്സ് ഫോർമുല. ഈ തിയറം എന്ന് പറയുന്നത് ഒരു ഫോർമുലയാണ്. അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ പഠിക്കാനുള്ള ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് ജി ഈസ് എ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ്, ജി എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് അല്ലെങ്കിൽ പ്ലാനർ ഗ്രാഫ് ആണെങ്കിൽ ഈ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് പറയുന്നത്. വി മൈനസ് എപ്സിലോൺ പ്ലസ് ഫൈ ഇസ് ഈക്വൽ ടു 2. ഇതാണ് ഓയിലേഴ്സ് ഫോർമുല. ഈ ഫോർമുലേനെയാണ് നമ്മൾ ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയാം. വി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് വെർട്ടീസസ് ആണ്. എപ്സിലോൺ നമ്പർ ഓഫ് എഡ്ജസ് ആണ്. അതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഫൈ എന്താണെന്നും പറഞ്ഞു, നമ്പർ ഓഫ് ഫേസസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് പറയുന്നത്, ജി ഒരു കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ആണെങ്കിൽ. അപ്പം അതിൻ്റെ പ്രൂഫ് നമ്മൾ ഇൻഡക്ഷൻ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരമാണ് ഇതില് ഓൺ ഫൈ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫേസസിൽ ഇൻഡക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫൈ ഇസ് ഈക്വൽ ടു 1 ആണെന്ന് സപ്പോസ് ചെയ്യാം. ഫൈ 1 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്പർ ഓഫ് ഫേസസ് 1 ആണെന്നാണ് അല്ലേ? എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ആകെ ഒരൊറ്റ ഫേസ് ഉള്ളൂ. എന്ന് വെച്ചാൽ ക്ലോസ്ഡ് കേഴ്സ് ഒന്നുമില്ല. ക്ലോസ്ഡ് കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്താ, അതൊരു ക്ലോസ്ഡ് കർവായി. അപ്പോൾ ഫേസസ്, അതൊരു ഫേസ് ആയി, പുറമെ വേറൊരു ഫേസ് ആയി, അപ്പോൾ 2 ഫേസ് വരും. അപ്പോൾ ഒരു ഫേസ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിൾ പോലും നമ്മുടെ ഗ്രാഫിൽ ഇല്ല. ജി കണക്റ്റഡും ആണ്. അപ്പോൾ ജി കണക്റ്റഡും അസൈക്ലിക്കും ആയതുകൊണ്ട് ജി എന്താണ്? ട്രീ ആണെന്ന് കിട്ടും. ട്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി എഡ്ജ് എന്ന് പറയുന്നത് കട്ട് എഡ്ജ് ആണ്. എവരി എഡ്ജ് ഈസ് എ കട്ട് എഡ്ജ്. അത് നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ട്രീ ആണ്. ജി ഒരു ട്രീ ആണ്. അപ്പോൾ ട്രീയുടെ പ്രത്യേകത എന്താ? വി ആണ് നമ്പർ ഓഫ് വെർട്ടീസസ് എങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് വി മൈനസ് 1 വരണം. എത്ര വെർട്ടീസസ് ഉണ്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രീയുടെ കാര്യത്തിൻ്റെ അവിടെ. എത്ര വെർട്ടീസസ് ഉണ്ടോ -1, അതിൽ നിന്ന് 1 കുറച്ചാൽ നമ്പർ ഓഫ് എഡ്ജസ് കിട്ടും. അപ്പോൾ വി നമ്പർ ഓഫ് വെർട്ടീസസ് വി തന്നെയായിട്ട് എടുക്കുക. എപ്സിലോൺ ആയിട്ട് നമുക്ക് വി മൈനസ് 1 കിട്ടും നമ്പർ ഓഫ് എഡ്ജസ്. 5 1. ഇനി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്ക് വി മൈനസ് എപ്സിലോൺ പ്ലസ് 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. വിന് വി തന്നെ കൊടുക്കുക, മൈനസ് എപ്സിലോണിന് പകരം വി മൈനസ് 1 കൊടുക്കുക, പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് ഈക്വൽ ടു വിയും വിയും കട്ടായി പോവും, 1 1 കട്ടായി പോവും. അല്ല, 1 1 കട്ടാവില്ല, ഇവിടെ +1 ആവും, +1 ആവും. 1 + 1 2. സോ 5 ഈക്വൽ ടു 1ന് റിസൾട്ട് ട്രൂ ആണ്. ഇനി നമ്മൾ ഇൻഡക്ഷൻ പ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യാണ്? റിസൾട്ട് ഈസ് ട്രൂ ഫോർ 5 ലെസ് ദാൻ n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസസിന് നമ്പർ ഓഫ് ഫേസസ് ലെസ് ദാൻ n വരുന്ന ബാക്കി എല്ലാ n-നും കുറവ് വരുന്ന എല്ലാ ഫൈകൾക്കും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് 5 is equal to n-ന് ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായി? നമ്പർ ഓഫ് ഫേസസ് n-നേക്കാട്ടിയും കുറവ് വരുന്ന എല്ലാ ഗ്രാഫിനും ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫേസസ് n വരുന്ന ഗ്രാഫ് എടുക്കാം. സോ നമ്മുടെ ജി എന്ന് പറയുന്നത് ഈ ഗ്രാഫാണ്. 5 എന്ന് പറയുന്നത് n ആണ്. നമ്പർ ഓഫ് ഫേസസ് n ആണ്. ഓക്കെ, ഇനി അപ്പം നമ്മൾ ജിയിൽ നിന്നൊരു എന്ത് ചൂസ് ചെയ്യുക? എഡ്ജ് ഈ ചൂസ് ചെയ്യുന്നു. എങ്ങനെയുള്ള എഡ്ജ് എടുക്കുന്നു? നോട്ട് എ കട്ട് എഡ്ജ്. കട്ട് എഡ്ജ് ആവില്ലല്ലോ എന്തായാലും. നമ്പർ ഓഫ് ഫേസസ് ഉണ്ട്, സോ എന്തായാലും സൈക്കിൾസ് ഉണ്ട്, അപ്പോൾ ഇഷ്ടംപോലെ കട്ട് എഡ്ജുകൾ ഉണ്ടാവും. കട്ട് എഡ്ജ് അല്ലാത്ത എഡ്ജുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഇ എന്ന് പറയുന്ന കട്ട് എഡ്ജ് അല്ലാത്തൊരു എഡ്ജ് എടുക്കുക. അപ്പോൾ ജി മൈനസ് ഇയും സ്റ്റിൽ കണക്റ്റഡ് തന്നെയാണ്. കട്ട് എഡ്ജ് അല്ലാത്ത എഡ്ജാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ജി മൈനസ് ഇയും എന്ത് തന്നെയാണ്? കണക്റ്റഡ് തന്നെയാണ്. ഇനി ജി മൈനസ് ഇയുടെ പ്രത്യേകത എന്താ നോക്കിയേ? ജി മൈനസ് ഇ എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റഡ് ഗ്രാഫിൽ നിന്ന് കട്ട് എഡ്ജ് അല്ലാത്തൊരു എഡ്ജ് കളയുക ചെയ്തത്. അപ്പോൾ കണക്റ്റഡ് തന്നെ, അത് കുഴപ്പമില്ല. ഇനി നമ്പർ ഓഫ് വേർട്ടീസസ് എന്ത് തന്നെയാണ് വരിക? വി തന്നെയല്ലേ വരിക, മാറ്റമില്ലല്ലോ. ഒരു എഡ്ജാണ് കളഞ്ഞത്, മാറ്റമില്ല. നമ്പർ ഓഫ് ഫേസസോ 5 എന്ന് പറയുന്നത് എന്ത് വരും? n-1. കാരണം ഒരു എഡ്ജ് കളഞ്ഞിട്ടുണ്ട് നമ്മൾ, കട്ട് എഡ്ജ് അല്ലാത്തത്. അപ്പോൾ ആ എഡ്ജ് കാരണം 2 ഫേസ്, ഇപ്പോൾ ഇങ്ങനെയായിരുന്നു ആ എഡ്ജ് എങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് 2 ഫേസ് ഉണ്ടായിരിക്കും, ഇങ്ങനെയായിട്ട്. അപ്പോൾ ഈ എഡ്ജ് കളഞ്ഞപ്പോൾ എന്താ സംഭവിക്കുക? ഇത് രണ്ടും കൂടി ഒറ്റ ഫേസ് ആയി. അപ്പം നമ്പർ ഓഫ് ഫേസസിന് 1 കുറയും. അതുപോലെ തന്നെ എപ്സിലോൺ എന്ന് പറയുന്നതും എപ്സിലോൺ -1 ആവും. മനസ്സിലായോ? അവിടുത്തെ എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായി? കാരണം എന്താ, ഒരു എഡ്ജ് പോയില്ലോ. സോ നമ്പർ ഓഫ് എഡ്ജസ് 1 കുറയും, നമ്പർ ഓഫ് ഫേസ് 1 കുറയും. അപ്പോൾ നമ്പർ ഓഫ് ഫേസ് 1 കുറഞ്ഞു. അപ്പം നമ്മുടെ
ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് എന്താ? n-നേക്കാട്ടും കുറവുള്ള ഫേസ് ഉള്ള എല്ലാ ഗ്രാഫിനും ഇത് ട്രൂ ആണെന്നാണ്. സോ നമ്മുടെ G മൈനസ് ഇക്ക് ഹൈപ്പോത്തിസിസ് ട്രൂ ആണ്. അപ്പോൾ G മൈനസ് ഇക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഫോർമുല. അപ്പോൾ എന്താ ഫോർമുല? V മൈനസ് നമ്പർ ഓഫ് എഡ്ജസ് ഇവിടെ എന്താ? എപ്സിലോൺ മൈനസ് 1 പ്ലസ് നമ്പർ ഓഫ് ഫേസസ് 5 ആണ്. ഇവിടുത്തെ 5 എന്ന് പറയുന്നത് n മൈനസ് 1 എന്നാണ് വരിക. ഓക്കെ, n മൈനസ് 1 ഇസ് ഈക്വൽ ടു 2. മനസ്സിലായല്ലോ? ഇത് G മൈനസ് ഇയുടെ ഹൈപ്പോത്തിസിസ് പ്രകാരം കിട്ടുന്നതാണ് കേട്ടോ. കാരണം എന്താ? വെർട്ടിസസ് സെയിം ആണ്, എഡ്ജസിന്റെ ഒന്ന് കുറയും, നമ്പർ ഓഫ് ഫേസസ് ഒന്ന് കുറയും. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? V മൈനസ് എപ്സിലോൺ പ്ലസ് 1 പ്ലസ് n മൈനസ് 1 ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. അതായത് 1ഉം 1ഉം ക്യാൻസൽ ചെയ്തിട്ട് V മൈനസ് എപ്സിലോൺ പ്ലസ് n ഇസ് ഈക്വൽ ടു 2. ഇത് നോക്കിയേ, ഈ V എന്ന് പറയുന്നത് ജിയുടെ നമ്പർ ഓഫ് എഡ്ജസ് ആണ്, വെർട്ടിസസ് ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് ജിയുടെ നമ്പർ ഓഫ് എഡ്ജസ് ആണ്. n എന്ന് പറയുന്നതും ജിയുടെ നമ്പർ ഓഫ് ഫേസസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഏതിന് ട്രൂ ആയി? ഇതെല്ലാം ഇപ്പോൾ ജിയുടെ ടൈമിലാണ് എടുക്കണേ. ജിയിലും ട്രൂ ആയി. മനസ്സിലായോ? അതായത് 5 ഈക്വൽ ടു n കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഓയിലേഴ്സ് ഫോർമുല ട്രൂ ആണെന്ന് കിട്ടി. ഓക്കെ ആയല്ലോ? അപ്പോൾ 5 ലെസ് ദാൻ n വരെ ട്രൂ ആണെന്ന് സപ്പോസ് ചെയ്ത് 5 ഈക്വൽ ടു n ട്രൂ ആണെന്ന് എടുത്തു. സോ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് പ്രകാരം, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം എന്താ? എല്ലാ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവരി n. അപ്പോൾ നമ്പർ ഓഫ് ഫേസസ് എത്ര കൊടുത്താലും എന്താണ് റിസൾട്ട്? ട്രൂ ആണ്. അപ്പോൾ ഏത് കണക്റ്റഡ് പ്ലാനർ ഗ്രാഫ് എടുത്താലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്, നന്നായി പഠിച്ചോളൂ കേട്ടോ. ഏത് കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് എടുത്താലും ഓയിലേഴ്സ് ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യും. മൈനസ് എപ്സിലോൺ പ്ലസ് 5 എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് നമ്പർ ഓഫ് വെർട്ടിസസ് മൈനസ് നമ്പർ ഓഫ് എഡ്ജസ് പ്ലസ് നമ്പർ ഓഫ് ഫേസസ്. ആൻസർ 2 ആണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇതിൻ്റെ 2-3 കൊറോളറി ഉണ്ട്. അപ്പോൾ അത് നോക്കാം. ആദ്യത്തെ കൊറോളറിയാണ് ഓൾ പ്ലാനർ embedding of a given connected planar graph have same number of faces. അതായത് ഏത് പ്ലാനർ ഗ്രാഫ് എടുത്താലും അതിന് പല പല എംബഡിങ് ഉണ്ടാവും. പല രീതിയിൽ അതിനെ പ്ലെയിനിലേക്ക് എംബഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ആ എല്ലാ എംബഡിങ്ങിനും സെയിം നമ്പർ ഓഫ് ഫേസസ് ആണ് ഉണ്ടായിരിക്കുക. അത് എളുപ്പമാണ്. കാരണം നമുക്ക് എന്താ അറിയാം? എല്ലാ കണക്റ്റഡ് പ്ലാനർ ഗ്രാഫിനും എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? +5 is equal to 2 എന്ന് പറയുന്ന ഇക്വേഷൻ ട്രൂ ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു G എന്ന് പറയുന്നത് എടുത്തു. അതിന് Vയും ഇതിന് ഏത് പ്ലാനാർ എംബഡിങ്ങിൽ എടുത്താലും നമ്പർ ഓഫ് വെർട്ടിസസും നമ്പർ ഓഫ് എഡ്ജസും എന്തുണ്ടാവില്ല? മാറാൻ പാടില്ല. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് വെർട്ടിസസും എല്ലാ പ്ലാനാർ എംബഡിങ്ങിലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ആരും മാറുന്നില്ല? വിയും എപ്സിലോണും മാറുന്നില്ലെങ്കിൽ പിന്നെ 5 മാറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം 5ഉം എന്ത് തന്നെയായിരിക്കണം? നമ്മൾ ഓൾറെഡി എടുത്ത ഇതിൻ്റെ 5 തന്നെയായിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊറോളറി. ഇനി അടുത്ത കൊറോളറി, ഇഫ് G ഈസ് സിമ്പിൾ planar with V greater than or equal to 3, then epsilon less than or equal to 3V minus 6. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഇനീക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് എന്തിനാ പ്രൂവ് ചെയ്യണുള്ളൂ? ഇത് അടുത്ത കൊറോളറിയാണ്. പ്ലാനാർ ഗ്രാഫിൻ്റെ കണക്റ്റഡ് ഗ്രാഫിൻ്റെ കാര്യത്തിൽ മാത്രമേ പ്രൂവ് ചെയ്യണുള്ളൂ. നമുക്കിപ്പോൾ അത് മാത്രം മതി. നമുക്ക് ഓൾറെഡി കണക്റ്റഡ് ഗ്രാഫിൻ്റെ കാര്യത്തിലാണ് ഓയിലേഴ്സ് ഫോർമുല പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കണക്റ്റഡ് ഗ്രാഫിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇത് പ്രൂവ് ചെയ്യണുള്ളൂ. അതിൻ്റെ ആവശ്യം ഇവിടെ ഉള്ളൂ, ഇപ്പോൾ വരുന്നുള്ളൂ. അപ്പം G നമ്മളൊരു കണക്റ്റഡ് സിമ്പിൾ ഗ്രാഫാണ് എടുത്തു. കണക്റ്റഡ് സിമ്പിൾ ഗ്രാഫ്. ഓക്കെ, ഞാൻ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാവേണ്ടിയിരുന്നത്, ശ്രദ്ധിച്ചോളാം. വിത്ത് V greater than or equal to 3 ആണ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് എഫ് എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. കാരണം എന്താ? ഏത് ഫേസ് എടുത്താലും ആ ഫേസ് ഒരു ഫേസ് ഫോം ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 എഡ്ജെങ്കിലും വേണം. എന്നാലല്ലേ ഒരു സൈക്കിൾ ഫോം ചെയ്യുള്ളൂ. അപ്പോഴല്ലേ അവിടെ ഒരു ഫേസ് വരുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അൺബൗണ്ടഡ് ഫേസ് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് 3 എഡ്ജെങ്കിലും വേണം. അപ്പോൾ ഏത് ഫേസ് എടുത്താലും അതിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, അറ്റ്ലീസ്റ്റ് എന്ത് തന്നെ വേണം? 3 തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? സമ്മേഷൻ കൊടുത്തു. സമ്മേഷൻ എഫ് ബിലോങ്സ് ടു എഫ് ഡി ഓഫ് എഫ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 × 5.
നമ്പർ ഓഫ് ഫേസസ് എത്ര ഉണ്ടോ അത്രയും തവണ ഇതിങ്ങനെ ഒരു 5 ഫേസ് ഉണ്ടെങ്കിൽ 5 പ്ലസ് 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 കൂട്ടുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും 3 × 5 കൊടുക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു ഇവിടെ സമ്മേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം 3 × 5 എങ്കിലും ഇതിന്റെ സമ്മ് നമുക്ക് കിട്ടണം. കാരണം ഓരോ എഡ്ജും മിനിമം 3 ഉണ്ട് അല്ല ഓരോ ഫേസിനും മിനിമം 3 ഉണ്ട്. അപ്പോൾ എത്ര ഫേസ് ഉണ്ട് × 3 അത്രയും മിനിമം ടോട്ടൽ ചെയ്യുമ്പോൾ വേണ്ടേ. ഇനി നമുക്ക് തൊട്ട് മുന്നേ പഠിച്ച തിയറം 9.4 പ്രകാരം ഇതിന്റെ ഡിഗ്രി ഫേസസിന്റെ ഡിഗ്രി സമ്മും വെർട്ടിസസിന്റെ ഡിഗ്രി സമ്മും ഈക്വൽ ആണ്. ആൻഡ് അത് 2 × എപ്സിലോൺ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇതിന് പകരം 2 × എപ്സിലോൺ കൊടുക്കാലോ. അപ്പോൾ 2 × എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 × 5. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 2 epsilon by 3 is greater than or equal to 5. ഞാൻ 5നെ 3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി നമ്മുടെ ഓയിലേഴ്സ് ഫോർമുല കൺസിഡർ ചെയ്യുക. ഓയിലേഴ്സ് ഫോർമുലയിൽ എന്താ v മൈനസ് എപ്സിലോൺ പ്ലസ് 5 is equal to 2 എന്നാണ്. ഈ 5ന് പകരം ഞാൻ എന്ത് കൊടുത്തു 2 epsilon by 3 എന്ന് കൊടുത്തു. അപ്പോൾ v മൈനസ് എപ്സിലോൺ പ്ലസ് 2 epsilon by 3 greater than or equal to 2 എന്ന് വരും. കാരണം എന്താ 5നെക്കാട്ടി വലിയ വാല്യൂ ആണ് 2 epsilon by 3. അപ്പോൾ ഇതിന്റെ സമ്മ് 2 ആണെങ്കിൽ ഈ 5ന് മാറ്റി ഈ വാല്യൂ കൊടുത്താൽ സമ്മ് 2നെക്കാട്ടി വലുത് വേണ്ടേ. നമുക്ക് എന്ത് കിട്ടി v മൈനസ് എപ്സിലോൺ പ്ലസ് 2 epsilon by 3 greater than or equal to 3. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്സിലോൺ മാത്രം ഇവിടെ നിർത്തുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3v മൈനസ് 6. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് നോക്കാവുന്നതുള്ളൂ. 3v ആദ്യം ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എപ്സിലോൺ അവിടെ തന്നെ നിർത്തുക. എന്നിട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എപ്സിലോൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3v മൈനസ് 6 കിട്ടും. സോ നമ്മുടെ അടുത്ത കൊറോളറിയും കഴിഞ്ഞു. ഇനി അടുത്ത കൊറോളറി നെക്സ്റ്റ് കൊറോളറിയും എളുപ്പമുള്ള കൊറോളറിയാണ് കേട്ടോ. കൊറോളറി 9.5.3. if G is simple planar graph then delta less than or equal to 5. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ മിനിമം ഡിഗ്രി ആണ് കേട്ടോ. ഓക്കെ, അതായത് ഏറ്റവും നമ്മുടെ മിനിമം ഡിഗ്രി നമ്മുടെ ഗ്രാഫിന്റെ മിനിമം ഡിഗ്രി ആണ്. അത് ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ v ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് ട്രൂ ആവും. v ഈക്വൽ ടു 1 ഒരു വെർട്ടെക്സ് ഉള്ളൂ, അതിന്റെ മിനിമം ഡിഗ്രി എത്രയാ 1 ഒരു വെർട്ടെക്സ് അല്ലേ ഉള്ളൂ. ഇനി v ഈക്വൽ ടു 2 ആകുമ്പോഴും സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഒബ്വിയസ് ആണ്. അപ്പോൾ നമ്മൾ v ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. സോ നമുക്കറിയാം ഡെൽറ്റ ഇൻറ്റു വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മിനിമം ഡിഗ്രിയാണ്. വി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടീസസ്. ആ മിനിമം ഡിഗ്രി ഇൻറ്റു ആ നമ്പർ ഓഫ് വെർട്ടീസസ് മൊത്തം ഡിഗ്രി സമ്മിനെക്കാട്ടിയും ചെറുതായിരിക്കുമല്ലോ. സമ്മേഷൻ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വി ഡി ഓഫ് വി ആയിരിക്കും. കാരണം എന്താ ഡെൽറ്റ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഡിഗ്രി ഏതാണോ അതാണ് ഡെൽറ്റ. അതിന് നമ്മൾ മൊത്തം നമ്പർ ഓഫ് വെർട്ടീസസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എല്ലാ ഡിഗ്രിയും കൂടി ആഡ് ചെയ്യുന്നതിനെക്കാട്ടി ചെറുതേ വരുള്ളൂ. ഇനി ഇതെന്ന് പറഞ്ഞാൽ 2 എപ്സിലോൺ എന്ന് നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രാഫ് തിയറി നമുക്കറിയാം. ഇനി 2 എപ്സിലോൺ ലെസ് ദാൻ 3v മൈനസ് 6 ആയതുകൊണ്ട് ആ കൊറോളറി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6v മൈനസ് 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മിനിമം ഡിഗ്രി ആണ്, ഇത് കിട്ടി. ഇനി ഇത് ഫണ്ടമെന്റൽ തിയറം പ്രകാരം 2 എപ്സിലോൺ എന്ന് കിട്ടി. ഇത് തൊട്ട് മുന്നത്തെ കൊറോളറി പ്രകാരം 2 × 3v മൈനസ് 6 ചെയ്തു 6v മൈനസ് 12. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ എന്താ കിട്ടിയത് ഡെൽറ്റ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6v മൈനസ് 12 എന്ന് കിട്ടി. മൊത്തത്തിൽ ഒരു വി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 മൈനസ് 12 ബൈ വി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഗ്രി മിനിമം ആണ്. സോ അതൊരു ഇൻറ്റീജർ ആവാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ 6 എത്ര എങ്ങനെ ചെറുതാക്കാൻ നോക്കിയാലും 6 മൈനസ് 12 ബൈ വി എന്നാണ് വരുന്നത്. അപ്പോൾ 6നേക്കാൾ ചെറിയൊരു ഇൻറ്റീജർ ആവാനേ ആർക്ക് പറ്റുള്ളൂ ഡെൽറ്റയ്ക്ക്. മാക്സിമം 6നേക്കാൾ ചെറിയൊരു ഇൻറ്റീജർ, അതിൽ കൂടുതലാവാൻ ആർക്ക് പറ്റില്ല ഡെൽറ്റയ്ക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെ ആവാം. അതിൽ കൂടുതൽ ഒരിക്കലും എന്താവില്ല ഡെൽറ്റയ്ക്ക് ആവാൻ പറ്റില്ല. സോ നമ്മുടെ ഇക്വേഷൻ കിട്ടി. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത കൊറോളറി 9.5.4 ആണ്. അത് നമ്മൾ നേരത്തെ പഠിച്ച അതേ തിയറം K5 ഈസ് നോൺ പ്ലാനർ. അത് നമ്മൾ ഓയിലേഴ്സ് തിയറത്തിൻ്റെ
ഓയിലേഴ്സ് ഫോർമുലയുടെ കൊളോററി ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ സപ്പോസ് ചെയ്യുക K5 ഈസ് പ്ലാനാർ. K5 പ്ലാനാർ ആണെന്ന് സപ്പോസ് ചെയ്യുക. K5 കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ നമ്മുടെ കൊറോളറി പ്രകാരം, ഏത് കൊറോളറി? നമ്മുടെ ഈ കൊളോററി നമ്പർ ഓഫ് എഡ്ജസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3v - 6 എന്ന് കിട്ടിയിട്ടില്ലേ? അത് പ്രകാരം K5 നമ്പർ ഓഫ് എഡ്ജസ് എന്താ? 10 ആണ് കേട്ടോ. ഇവിടുത്തെ അപ്സലോൺ 10 ആണ്. സോ വി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് പ്ലാനാറാന്ന് നമ്മൾ സപ്പോസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം. അതായത് 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 - 6 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് 15 - 6 9. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് വരും. അതൊരിക്കലും എന്തല്ല, പോസിബിൾ അല്ല. നമുക്ക് തെറ്റായ ഒരു ഇനീക്വാളിറ്റി കിട്ടി. കാരണം നമ്മൾ K5 പ്ലാനാറാന്ന് എടുത്തിട്ട് ഈക്വാളിറ്റി കൊടുക്കുക ചെയ്തത്, ഈ ഇനീക്വാളിറ്റി കൊടുക്കുക ചെയ്തത്. അപ്പോഴാണ് കോൺട്രഡിക്ഷനിലേക്ക് എത്തിയത്. സോ K5 നോൺ പ്ലാനാർ ആണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു K5 മാത്രമല്ല, നമുക്ക് K33യും കൂടി നോൺ പ്ലാനാർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അതും നമ്മളിവിടെ ഒരു കൊറോളറി ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാണ്. അടുത്ത കൊറോളറി 9.5.5 K33 ഈസ് നോൺ പ്ലാനാർ. അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? K33 പ്ലാനാർ ആണെന്ന് സപ്പോസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? K33 കംപ്ലീറ്റ് ബൈപാർട്ടിക് ഗ്രാഫ് ആണ് കേട്ടോ K33. അപ്പോൾ നമ്പർ ഓഫ് വെർട്ടിസസ് 6 ആണ്. നമ്പർ ഓഫ് എഡ്ജസ് എത്രയാ? 9 ആണ്. ഓക്കെ, ഇനി K33 സൈക്കിൾസ്, അതായത് K33 എന്തുണ്ടാവില്ല? നോ സൈക്കിൾസ് ഓഫ് ലെസ് ദാൻ 4 ലെങ്ത്. നോ സൈക്കിൾസ് ഓഫ് ലെങ്ത് ലെസ് ദാൻ 4 എവിടെ? K33. കാരണം ഓഡ് സൈക്കിൾസ് ഉണ്ടാവില്ല. അപ്പോൾ 3 ഇല്ല എന്ന് വെച്ചാൽ K33 ഓഡ് സൈക്കിൾസ് ഇല്ല. ബൈപാർട്ടിക് ഗ്രാഫിൽ ആരില്ല? ഓഡ് സൈക്കിൾ ഇല്ല. കാരണം തിരിച്ചിങ്ങനെ എത്തണമെങ്കിൽ ഈവൺ ആവുക തന്നെ വേണം. ഇനി അതായത് 3 ഇല്ല, പിന്നെ 2 എഡ്ജസ് വെച്ച് നമുക്ക് സൈക്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം മിനിമം എത്ര തന്നെ വേണം? 4 വരണം. അപ്പോൾ എല്ലാ എഡ്ജും എല്ലാ ഫേസും, ഒരു സൈക്കിൾ ഉണ്ടായാലല്ലേ ഒരു ഫേസ് ഉണ്ടാവുക. സോ നമുക്ക് എന്ത് പറയാം? എവരി ഫേസ് ഹാസ് ഡിഗ്രി അറ്റ്ലീസ്റ്റ് 4 എഡ്ജസ് എങ്കിലും ഉണ്ടായാൽ ഒരു ഫേസ് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഡിഗ്രി അറ്റ്ലീസ്റ്റ് 4 എങ്കിലും വേണം. അപ്പോൾ 4 ഇൻറ്റു നമ്പർ ഓഫ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി സം. എഫ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ്, ഡി ഓഫ് എഫ് എന്ന് പറയാം. ഓക്കെ, കാരണം എന്താ? ഇതെന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാ ഫേസസിൻ്റെ ഡിഗ്രി സം ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 4 എങ്കിലും ഓരോ ഫേസിലുള്ള, കാരണം നമ്പർ ഓഫ് ഫേസസ് ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം ഡിഗ്രീനെക്കാട്ടിയും കുറവ് തന്നെയായിരിക്കും. ഇനി ഇതെന്ന് പറഞ്ഞാൽ 2 എപ്സിലോൺ ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതായത് K33 എത്ര? 9 അല്ലേ? അപ്പോൾ 2 എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 80. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 ഇൻറ്റു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80 എന്ന് കിട്ടി. അപ്പോൾ 5 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18/4. അതൊരു ഇൻറ്റീജർ ആയതുകൊണ്ട് നമുക്ക് എന്തായി പറയാൻ പറ്റുള്ളൂ? ലെസ് ദാൻ 18/4 നമുക്ക് 4 പോയിന്റ് സംതിങ് വരിക. പക്ഷേ 5 ഇൻറ്റീജർ ആവണ്ടേ? അപ്പോൾ 18 അതിന് തൊട്ട് മുന്നത്തെ ഇൻറ്റീജർ എടുക്കുക. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഓയിലേഴ്സ് ഫോർമുല നോക്കാം. നമുക്ക് v മൈനസ് എപ്സിലോൺ പ്ലസ് 5 ഇസ് ഈക്വൽ ടു 2 ആണ് വരിക. അതായത് 2 ഇസ് ഈക്വൽ ടു v മൈനസ് എപ്സിലോൺ പ്ലസ് 5 ഇങ്ങനെ കൊടുക്കാം. ഇനി വിച്ച് ഈസ് ഈ 5 വരെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കൊടുക്കാൻ പോകണം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു v എത്രയാ? 6 ആണ്. എപ്സിലോൺ 9 ആണ്. പ്ലസ് 5 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കൊടുത്തിട്ടുണ്ട്. 4 ആണ്. അതായത് 1 എന്ന് ആൻസർ കിട്ടും. അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതും തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുകയാണ്. കാരണം നമ്മൾ K33 പ്ലാനാർ ആണ്. അപ്പോൾ ഇത് നമ്മുടെ അസംഷൻ തെറ്റാണ്. K33 നോൺ പ്ലാനാർ ആണ്. അപ്പോൾ ഇത് രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. അപ്പോൾ ഇത് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇനീക്വാളിറ്റി വന്നത് കണ്ടോ? എന്തൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ അത്യാവശ്യം പ്രൂവ് ചെയ്യണം. ഓക്കെ, ഓയിലേഴ്സ് ഫോർമുല പ്രൂവ് ചെയ്യണം. കാരണം വലിയ മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. ഓയിലേഴ്സ് ഫോർമുല പ്രൂവ് ചെയ്യണം. അത് വെച്ചിട്ടല്ലേ ഇത് ചെയ്യണേ. അപ്പോൾ ഇത് ചെയ്യണം. അതേപോലെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല പ്രൂവ് ചെയ്യണം. ഏത്? എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3v - 6 എന്ന് പറയുന്ന ഫോർമുല.
ഇനി അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓയിലേഴ്സ് ഫോർമുല വേണം. അപ്പോൾ എല്ലാതും കണക്ട് ചെയ്തായിരിക്കണേ. സോ ആ തിയറും ഈ എല്ലാ കൊറോളറിയും പഠിക്കുക. ഏത് കൊറോളറി ചോദിച്ചാലും തിയറം പ്രൂവ് ചെയ്തിട്ട് വേണം ഈ കൊറോളറിയിലേക്ക് എത്താൻ മാത്രം. അപ്പോൾ അത്രയാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്, ഓയിലേഴ്സ് ഫോർമുല. അപ്പോൾ ഓയിലേഴ്സ് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ കൊറോളറീസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാൻ.